ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട തുറമുഖ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവர்களാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ സുദൃഢമായ നിലയിൽ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിലെ. ബഹുമാന്യനായ തിരുവനന്തപുരം MP ഡോക്ടർ ശശി, ബഹുമാന്യനായ കോവളം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് ശ്രീ M. വിൻസെന്റ്, ആരാധ്യനായ മേയർ ശ്രീ K. ശ്രീകുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. ചടങ്ങ് തുറമുഖത്തിന്റെ സമഗ്ര വികസനത്തിനും നിർണായകമായ സംഭാവനകൾ നൽകുന്ന വിശിഷ്ട അതിഥികൾ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറമുഖ സെക്രട്ടറി ശ്രീ സഞ്ജയ് കൗർ IAS, അദാനി പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ശ്രീ രാജേഷ് കുമാർ ജ എന്നിവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങ് വീക്ഷിക്കുന്ന ഓരോരുത്തരെയും ചടങ്ങ് ക്രമീകരിക്കുവാൻ പ്രയത്നിച്ച ഉദ്യോഗസ്ഥർ, നിർമ്മാണ തൊഴിലാളികൾ, സ്നേഹനിധികളായ നാട്ടുകാർ, പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, മീഡിയ പ്രവർത്തകർ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജയകുമാർ സർ. അടുത്തതായി നമ്മുടെ തുറമുഖത്തിന്റെ റിപ്പോർട്ട് അവതരണം നടത്തുന്നത് ബഹുമാന്യനായ തുറമുഖ വകുപ്പ് സെക്രട്ടറി ശ്രീ സഞ്ജയ് കോൾ IAS സാറാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം വഹിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ ബഹുമാന്യ സഹകരണ ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഈ ചടങ്ങിൽ ഉദ്ഘാടനം വഹിക്കുന്ന ബഹുമാന്യനായ തുറമുഖം മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ബഹുമാനപ്പെട്ട MP ശ്രീ ഡോക്ടർ ശശി തരൂർ, കോവളം MLA അഡ്വക്കേറ്റ് വിൻസെന്റ്, വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു ചെറിയ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ഇന്ത്യയുടെ വെസ്റ്റേൺ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരള സംസ്ഥാനത്തിന്റെ 590 നീണ്ട കിടക്കുന്ന കടൽ തീരമാണ് ഉള്ളത്. നിലവിൽ തീരത്തോട് ചേർന്ന 14 മൈനർ പോർട്സ്, 3 മീഡിയം പോർട്സ്, ഒരു മേജർ പോർട്ട് കൊച്ചിയും സ്ഥിതി ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ ശബ്ദ വ്യവസ്ഥയ്ക്ക് ആകെ മെച്ചപ്പെടുത്തുന്നതായി കേരള സർക്കാർ വിപണനം ചെയ്ത ഒരു ആംബിഷ്യസ് മേജർ പദ്ധതിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ ഡീപ് വാട്ടർ മൾട്ടിപർപ്പസ് സീ പോർട്ട് കേരളയുടെ ഒരു ചെറുകാല സ്വപ്ന പദ്ധതിയാണ്. അതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെല്ലാം ഈ പദ്ധതിയെ പിന്തുണക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് അഭിമുഖപരമായ തുറമുഖത്തിന്റെ തന്ത്രപരമായ സ്ഥാനം, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മാർഗത്തിനോടുള്ള സമീപം തുടങ്ങിയവ വിഴിഞ്ഞം പദ്ധതിക്ക് സംസ്ഥാന പദ്ധതിയായി എന്നതുപരി ഒരു ദേശീയ പദ്ധതി എന്ന പ്രത്യേക പദ്ധതി നേടി കൊടുത്തിട്ടുണ്ട്. ഈ സ്വപ്ന പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വികസിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ August 17, 2015 സംസ്ഥാന സർക്കാർ സ്വകാര്യ പങ്കാളിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കരാറിൽ ഏർപ്പെട്ടുണ്ടായി. തുറമുഖത്തിന്റെ നിർമ്മാണവും തുടർന്നുള്ള പ്രവർത്തനം ചുമതല ഉൾപ്പെട്ട 40 വർഷത്തേക്ക് ആണ് കരാർ നൽകിയിട്ടുള്ളത്. ഡിസംബർ 5 2015 ഈ തീയതി പദ്ധതി ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇംപ്ലിമെന്റിംഗ് സ്റ്റേജിൽ തന്ത്രപരമായ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുള്ള പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗ്. തുറമുഖ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഏകോപിപ്പിക്കാൻ ഇവിടെ നിന്നായിരിക്കും. തുറമുഖത്തിന്റെ മൊത്തത്തിലുള്ള നിയന്ത്രണം മറീൻ കൺട്രോൾ, ടവർ കൺട്രോൾ, പോർട്ട് കൺട്രോൾ, സെക്യൂരിറ്റി കൺട്രോൾ തുടങ്ങിയ ഈ സമുച്ചയത്തിൽ നിന്നായിരിക്കും നിർവഹിക്കുന്നത്. സർക്കാരിന്റെ 100 ദിവസ കർമ്മ പദ്ധതിയുടെ ഭാഗമായി പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗ് തീർക്കാനായി അത്യായ സന്തോഷമുണ്ട്. പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും, വകുപ്പുകൾക്കും, ഉദ്യോഗസ്ഥർക്കും, AVPL കമ്പനിക്കും ആശംസകൾ നേരുന്നു. നന്ദി. താങ്ക് യു സർ. തുടർന്ന് തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട സഹകരണം ടൂറിസം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
മ്യൂസിയം, തുറമുഖം, പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഏറ്റവും ബഹുമാന്യനായ പ്രിയങ്കനായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ MP, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് M. വിൻസെന്റ് MLA, പ്രിയങ്കനായിട്ടുള്ള മേയർ K. ശ്രീകുമാർ, റിപ്പോർട്ട് അവതരിപ്പിച്ച തുറമുഖ വകുപ്പ് സെക്രട്ടറി ശ്രീ സഞ്ജയ് കൗൾ IAS, ഡോക്ടർ ജയകുമാർ, മറ്റ് അദാനി കൃതജ്ഞത പറയുന്ന ശ്രീ രാജേഷ് കുമാർ ഝാ തുടങ്ങി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, COVID-19 ഒരു പശ്ചാത്തലത്തിലാണ് വളരെ ആഹ്ലാദാരവങ്ങളോടുകൂടി വിഴിഞ്ഞത്ത് നടക്കേണ്ടിയിരുന്ന പരിപാടി ഈ രൂപത്തിൽ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ച് നടത്താൻ നമ്മൾ നിർബന്ധിതമായിരിക്കുന്നത്. കോവിഡ് വളരെ വ്യാപകമായി നമ്മുടെ ജില്ലയിൽ പരക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം എന്ന് പറയുന്നത് പോലെ കോവിഡ് വ്യാപനത്തിന്റെയും തലസ്ഥാനം ഇന്നിപ്പോ തിരുവനന്തപുരമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശരാശരി ഒരു ദിവസം 1000-ഓ 1000-ൽ ചില്ലുവാനമോ വരുന്ന ആളുകൾ കോവിഡ് പേഷ്യൻസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും നമുക്ക് ഈ രൂപത്തിൽ മാത്രമേ നമ്മുടെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതിയുടെ പ്രവർത്തനത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിവസമായി ഈ ദിവസം മാറുകയാണ്. പോർട്ട് ഓപ്പറേഷൻ ബിൽഡിങ്ങിന്റെ സമുദ്ഘാടനം നമുക്ക് നിർവഹിക്കാനായിട്ടിവിടെ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ദൗർഭാഗ്യത്തിന് 2019 തന്നെ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ച് സമയബന്ധിതമായി നമ്മൾ നീങ്ങിയതാണ്. നിങ്ങൾക്കറിയാം, അദാനി അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും ജനങ്ങൾക്കും കൊടുത്ത വാക്ക് അത് തന്നെയായിരുന്നു. 2019 ഡിസംബർ ആകുമ്പോഴേക്ക് പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ 2020 അവസാനിക്കുന്ന ഘട്ടം എത്തിയിട്ടും നമ്മൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആരെങ്കിലും ഒരു കൂട്ടരെ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. പല പല ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പൊതുപ്രവർത്തകരും ഇതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാലും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് പോർട്ടിന് അതിന്റെ 40 വർഷക്കാലത്തെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമെന്ന ഒരു വീമ്പ് പറച്ചിലാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കരാർ ഏറ്റെടുക്കുകയും അദാനിയുടെ കൈകളിലേക്ക് ഈ പോർട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മൾ കേട്ടത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. അത് നിർവഹിക്കാൻ താല്പര്യം കാണിക്കണം, പ്രത്യേക താല്പര്യം കാണിക്കണം. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് തീരപ്രദേശങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ കടലിങ്ങ് കരയിലോട്ട് കയറുകയാണ്. അതെല്ലാം ഈ പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള നിലയിലാണ് മത്സ്യത്തൊഴിലാളികളും പൊതുസമൂഹവും ഇതിനെല്ലാം നോക്കി കാണുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ പോർട്ട് ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനകരം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകൾ ഒന്നായിട്ട് ഈ പോർട്ട് മാറും. അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സമൂഹത്തിന് സഹിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നാടിന് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതായിട്ടുള്ള ഒരു പോർട്ട് എന്നുള്ള നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തന പദ്ധതി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഇന്നിപ്പോ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ടും ആശിച്ച് കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ എല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ഓണറബിൾ മിനിസ്റ്റർ. തുടർന്ന് നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗിന്റെ ശിലാഫലകം സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ അനാച്ഛാദനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട തുറമുഖം, മ്യൂസിയം, പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി, പോർട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്ത്, ബഹുമാനപ്പെട്ട സഹകരണം, ടൂറിസം ആൻഡ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഇവിടെ റിപ്പോർട്ട് അവതരണ കർമ്മം നിർവഹിച്ച തുറമുഖ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കൗൾ IAS,
സ്വാഗതമാശംസ ഡോക്ടർ ജയകുമാർ MD, വിശിഷ്ടാതിഥികളായി സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട MP ഡോക്ടർ ശശി തരൂർ, ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് എം വിൻസെന്റ്, ആരാധ്യനായ മേയർ കെ ശ്രീകുമാർ, നന്ദി പ്രകാശിപ്പിക്കുന്ന CEO AVPL രാജേഷ് കുമാർ ഝാ, വേദിയിലും സദസ്സിലുമൊക്കെ പങ്കെടുക്കുന്ന പ്രമുഖരായ പേരെടുത്ത് പറയേണ്ട ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാം തന്നെ എൻ്റെ അഭിവാദനങ്ങളും ആശംസിക്കുന്നു. ഒരു നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. കേരളത്തിന്റെ ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയും കരുത്തും തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രചോദക ശക്തിയായി നിലകൊള്ളുന്നു. 100 ദിവസങ്ങൾക്ക് 100 പദ്ധതി എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഈ പരിപാടി നിർവഹിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. പോർട്ടിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒരുപാട് പ്രവർത്തന കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥിരാകേന്ദ്രമായി വർത്തിക്കുന്ന ഓഫീസ്, അതിൻ്റെ ഒരു ചടങ്ങ് നിർവഹിക്കാൻ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോട് ഞാൻ ആദ്യമായും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അല്പം ചില വാക്കുകൾ പ്രചരിപ്പിക്കുന്നത്. റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സഞ്ജയ് കൗൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു, പ്രസംഗത്തിലും പറഞ്ഞു. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ചില അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. മറ്റു സുഹൃത്തുക്കൾ സംസാരിക്കാൻ കേരളത്തിന്റെ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ പദ്ധതിയിൽ ഒന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് നമുക്കെല്ലാം. പ്രകൃതിദത്തമായ സവിശേഷത മൂലം ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ തുറമുഖങ്ങളിൽ ഒന്നായി മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് തുറമുഖ ശൃംഖലകളിൽ ചർച്ച നേടിയിട്ടുള്ള ഈ ബൃഹത്തായ പക്ഷി. പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ആഴക്കൂടുതൽ കൊണ്ട് കൂറ്റൻ കണ്ടെയ്നറുകളുമായി വരുന്ന വലിയ കപ്പലുകൾക്ക് പോലും സുരക്ഷിതമായി എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടം. ഇന്ത്യ മഹാസമുദ്രത്തിന് അഭിമുഖമായി വിഴിഞ്ഞത്തിന്റെ സ്ഥാനം അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സമീപത്താണ് എന്നത് ഏറെ വിപുലമായ സാധ്യതകൾക്ക് അവസരം നൽകുക. അന്തർദേശീയ പാതയോട് ചേർന്ന് കിടക്കുന്നു എന്ന സവിശേഷത കൂടി ഉള്ളതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് നിരവധി വിദേശ കപ്പലുകൾ ക്രൂ ചേഞ്ചിങ്ങിനും മറ്റുമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രാന്തഭൂമികൾ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതോടെ 18,000 TEU കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾ സുഗമമായി എത്തിക്കാൻ കഴിയുന്ന വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത. 10 ലക്ഷം TEU സ്ഥാപിത ശേഷിയുടെ 1ാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളുടെ പട്ടികയിൽ വിഴിഞ്ഞത്തിനും സ്ഥാനം നേടാൻ കഴിയും. അതോടൊപ്പം അത് പൂർത്തീകരണം സജ്ജീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലും നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഒരു സംരംഭമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി. 2015 സ്വകാര്യ പങ്കാളിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഈ സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു. ഈ സർക്കാർ അധികാരമേറ്റയുടൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന്റെ പ്രാധാന്യം കണക്കെടുത്തുകൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന കാര്യത്തിൽ വളരെയധികം ഫലപ്രദമായ നിർദ്ദേശങ്ങളും നടപടികളും സ്വീകരിക്കുകയുണ്ടായി. കരാറിൽ വിഭാവനം ചെയ്ത പ്രകാരം 1919 ഡിസംബറിൽ 1ാം ഘട്ടം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷനോട് ചൂണ്ടിക്കാണിച്ചത്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാത്തതിന്റെ നിരവധി സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങൾ. എന്നാൽ കുരുമുട്ട് നിർമ്മാണത്തിന് വന്നുകെട്ട കാലതാമസം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത് നീണ്ടുപോകാൻ ഇടയാവുകയും ചെയ്യും. എന്നിരുന്നാലും സുപ്രധാനമായ ഓരോ ഘട്ടങ്ങളും പൂർത്തിയായി വരികയാണ്. തുറമുഖ പ്രവർത്തനത്തിൽ പ്രധാനമായി പങ്കുവഹിക്കേണ്ട പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗിന്റെ പ്രവർത്തനം പൂർത്തിയായത് അതിന്റെ ഘടകം തന്നെയാണ്. മറ്റ് പ്രധാനങ്ങളായ വൈദ്യുതി സബ്സ്റ്റേഷനുണ്ട്, ഗേറ്റ് കോംപ്ലക്സ്, സെക്യൂരിറ്റി ബിൽഡിംഗ് എന്നിവയും അടുത്ത ആഴ്ചകളിലും മാസങ്ങളിലുമായി പൂർത്തീകരിക്കപ്പെടുകയാണ്. സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭം എന്ന നിലയിൽ സ്വകാര്യ പങ്കാളിയായ അദാനി കമ്പനിക്ക് ആവശ്യമായ സഹായവും സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാനിവിടെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. തുറമുഖ നിർമ്മാണത്തിനും വികസനത്തിനുമായി കടൽ നികത്തിയെടുക്കുന്ന 130 ഏക്കറിന് പുറമെ
230 ഏക്കർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്ത് നൽകേണ്ടിയിരുന്നത്. ഇതിൽ 97% ഭൂമിയും ഇതിനകം കൈമാറിക്കഴിഞ്ഞു എന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. ശേഷിക്കുന്ന ചെറിയ ഭാഗം കൂടി ഏറ്റെടുക്കാൻ നടപടികൾ സർക്കാർ പൂർത്തിയാക്കും. അതുപോലെ തന്നെയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ പുനരധിവാസ വിഷയം. പദ്ധതി രൂപരേഖ പ്രകാരം പുനരധിവാസത്തിന് 8.564 കോടി രൂപയാണ് വകയിരുത്തതെങ്കിൽ ഈ സർക്കാർ ഇതിനു വേണ്ടി നാളിതുവരെ 83.11 കോടി രൂപ നഷ്ടപരിഹാരമായി നേടിക്കഴിഞ്ഞു എന്നത് അത്ഭുതകരമാണ്. ഇതുവഴി പദ്ധതി മൂലം തൊഴിലും ജീവന ഉപാധികൾ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജനവിഭാഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ സത്വരശ്രദ്ധ പുലർത്തുകയുണ്ടായി. ശേഷിക്കുന്ന പരാതികൾ സമയബന്ധിതമായ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പൂർത്തീകരിക്കുന്നതിന് സമിതികളിൽ അത് പരിശോധന വേളയിലിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പദ്ധതിയിലെ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് പരിഗണിച്ച് പദ്ധതി പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം, പൊതുജനാരോഗ്യം, സുസ്ഥിര ഉപജീവന വികസനം, തൊഴിൽ നൈപുണ്യ പരിശീലനം, വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി ഒട്ടേറെ സാമൂഹ്യ സേവന മേഖലകളിൽ സംസ്ഥാന സർക്കാരും അദാനി കമ്പനിയുമായി ചേർന്ന് വിവിധ പദ്ധതികൾ ഇതിനകം നടപ്പിലാക്കിയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം മുന്നിൽ കണ്ടാണ് ആധുനിക സൗകര്യത്തോടു കൂടിയ പുതിയ മത്സ്യബന്ധന തുറമുഖം, സീ ഫുഡ് പാർക്ക് തുടങ്ങിയ നിർമ്മാണം പൂർത്തിയായി വരുന്നതും അതിന്റെ ഭാഗം കൂടിയാണ്. കൂടാതെ 3.3 MLD ശേഷിയുള്ള ജലവിതരണ പ്ലാന്റിലൂടെ പദ്ധതി ആവശ്യത്തിന് മാത്രമല്ല പ്രദേശവാസികൾക്ക് കൂടി ശുദ്ധജലം ലഭ്യമാക്കാനുള്ള പരിപാടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാർ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ യഥാസമയം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാർ ഭാഗത്ത് നിന്ന് നടപടി ഉറപ്പുവരുത്തുമ്പോൾ ജനങ്ങളുടെ സഹകരണം ഉണ്ടാകേണ്ടതിന് ആവശ്യകത ഏറ്റവും സുപ്രധാനമാണ്. പാറക്കല്ലുടെ ദൗർബല്യമാണ് കുരുമുട്ട് നിർമ്മാണത്തിന് വൈകാനിടയായ മറ്റൊരു വിഷയം. പാരിസ്ഥിതികാനുമതി, ഒന്നിലേറെ സർക്കാർ വകുപ്പുകളുടെ അനുമതി എന്നിവയെല്ലാം പുതിയ കാറുകൾ നൽകുന്നതിന് ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 3 തവണ യോഗം വിളിച്ചു ചേർന്നു. അതിനോടൊപ്പം തന്നെ എന്റെ കൂടി സാന്നിധ്യം വിളിച്ചേർത്ത മറ്റു നിരവധി യോഗങ്ങൾ, ജനപ്രതിനിധികളുടെ യോഗങ്ങൾ എല്ലാം നടന്നു. അങ്ങനെ യഥാസമയം നടപടി സ്വീകരിക്കുന്നതിന് ഇതെല്ലാം തന്നെ സർക്കാർ ഭാഗത്തുണ്ടായിട്ടുണ്ട്. 3 പുതിയ ക്വാറികൾക്ക് സർക്കാർ ഇതിന് അനുമതി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാറ കൊണ്ടുവരാനുള്ള കമ്പനിയുടെ ശ്രമങ്ങൾക്ക് ആവശ്യമായ സൗകര്യം നൽകാനും സംസ്ഥാന ഗവൺമെന്റ് സത്വരശ്രദ്ധ പുലർത്തി വരികയാണ്. കുരിമുട്ടിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ഘടകങ്ങളുടെ പൂർത്തീകരണം കൂടി വിവിധ ഘട്ടങ്ങളിലായി നടക്കുകയാണ്. അതോടൊപ്പം തന്നെ കണ്ടെയ്നർ യാർഡ്, തുറമുഖ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ യന്ത്രോപകരണം സ്ഥാപിക്കാൻ നടപടികൾ, ഡ്രഡ്ജിംഗ് ആൻഡ് റിക്ലമേഷൻ എന്നിവയും പുരോഗമിച്ചു വരികയാണ്. അതുപോലെ തന്നെ അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് ആവശ്യമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ദേശീയപാത 66 തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ഇവിടുത്തെ ജംഗ്ഷന്റെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയ ഹൈവേ അതോറിറ്റി അംഗീകരിച്ച് കിട്ടേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയും. ഇതിന്റെ നിർമ്മാണം ചുമതല അദാനി കമ്പനിക്ക് കൂടിയാണ്. ആവശ്യമായ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് നൽകിയിട്ടുണ്ട്. തുറമുഖത്തെ തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാതയുമായി ബന്ധിപ്പിക്കുന്നതാണ് മറ്റൊരു പദ്ധതി. ഇതിനായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായി സർക്കാർ കമ്പനിയായ വിസിൽ കരാർ ഒപ്പിടുകയും DPR തയ്യാറാക്കി റെയിൽവേയുടെ അംഗീകാരത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അംഗീകാരം ലഭിക്കുന്ന മുറക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. പദ്ധതി പ്രദേശത്ത് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ KSEBയും നടപടി പൂർത്തിയാക്കി വരുന്നു. 11 kV ലൈനുകൾ ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട്. 220 kV വൈദ്യുതി ലഭിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. 3.3 ദശലക്ഷം പ്രതിദിന ശേഷിയുള്ള ശുദ്ധജല പദ്ധതി കേരള വാട്ടർ അതോറിറ്റി മുഖാന്തരം ഇതിനകം സജ്ജമാക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നിന്നും പദ്ധതി ആവശ്യങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് കൂടി ശുദ്ധജലം ലഭ്യമാക്കാനുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി സർക്കാർ സ്വീകരിക്കുകയാണ്. ഈ രീതിയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഓരോ ഘട്ടങ്ങളും പൂർത്തി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായ പോർട്ട് ഓഫീസ് ബിൽഡിംഗിന്റെ ഉദ്ഘാടനമാണ് ഈ നിർവഹിക്കപ്പെടുന്നത്. വൈകാതെ തന്നെ മറ്റ് ഘടകങ്ങളും ഓരോന്നായി പൂർത്തീകരിക്കപ്പെടും. കോവിഡ് മഹാമാരി, ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ കോവിഡ് മഹാമാരി ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഉത്സവാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും ഈ ബൃഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതിന് സാധിക്കാതെ പോയിട്ടുണ്ട്. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. ഒരു വാക്കുകൂടി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ പദ്ധതി പൂർത്തീകരണത്തിന് വിഴിഞ്ഞം പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാതിമത ചിന്തകളും രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം സ്മരിച്ചുകൊണ്ട് ഈ നാടിന്റെ, ഈ സംസ്ഥാനത്തിന്റെയും അതുവഴി രാജ്യത്തിന്റെയും ഒക്കെ തന്നെ തുറമുഖ ശൃംഖലാ വികസനത്തിന്റെ സുപ്രധാനമായ കണ്ണിയാണെന്ന് കണക്കെടുത്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ സുരക്ഷാ സന്നാഹങ്ങളിൽ
സമുദ്ര പ്രദേശങ്ങൾ സുപ്രധാനമാണ് എന്ന വസ്തുവിൽ കണക്കെടുത്തുകൊണ്ട് ഈ പ്രാധാന്യത്തോടുകൂടി ഈ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായ സഹായങ്ങൾ ചെയ്താൽ മാത്രമേ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയൂവെന്ന് ബഹുമാന്യരായ നാട്ടുകാരോടും കൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പങ്കെടുത്ത ജനപ്രതിനിധികളും ജനനായകന്മാരും ഉദ്യോഗസ്ഥന്മാരും അദാനി കമ്പനിയുടെ മറ്റ് ഭാരവാഹികളും എല്ലാം തന്നെ എല്ലാം ഈ കാര്യത്തിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ശ്രമങ്ങൾ നടത്തും. ആ സന്ദർഭത്തിൽ എല്ലാവരുടെയും സഹായങ്ങൾ വിനീതമായി ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ബിൽഡിങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഒരു സ്വിച്ച് കർമ്മം നിർവഹിച്ചുകൊണ്ട് ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്ന ആ കർമ്മം കൂടി നിർവഹിക്കുന്നതാണ് എന്ന് നിങ്ങളെവരെയും വിനയപുരസ്സരം അറിയിച്ചുകൊണ്ട് സ്നേഹാദരപൂർവ്വം ആ ചടങ്ങ് ഞാൻ നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ. നമസ്കാരം. മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ചടങ്ങുള്ളത് കൊണ്ട് അനുമതിയോടുകൂടി തീർച്ചയായിട്ടും അനുവദിക്കണം. ക്ഷമിക്കണം. അങ്ങത് റിവീൽ ശിലാഫലകം അനാവരണം ചെയ്യൂ. അതുകൂടി താങ്കൾ അതിന് സാക്ഷ്യം വഹിക്കണം. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. MP ശശി തരൂർ സർ, CM-ന്റെ ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് പോവാണ്. ക്ഷമിക്കണം, ഞാൻ പിന്നെ വിളിച്ചുകൊള്ളാം. CM-ന്റെ ഒരു മീറ്റിംഗ് 3:30 ഒരു മീറ്റിംഗ് നേരത്തെ വെച്ചുപോയി, അതുകൊണ്ടാ. സോറി. പറയണോ അതോ ആശംസ ഒഴിവാക്കുകയാണ്? ഇല്ല സർ, ഉണ്ട്. ഇപ്പൊ ആ ഒരു പ്രൊമോ വീഡിയോ കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കടക്കുകയാണ് സർ. ഒരു മിനിറ്റിന്റെ ഒരു പ്രൊമോ വീഡിയോ കൂടിയുണ്ട്. പോർട്ട് ഓപ്പറേഷൻസ് ബിൽഡിംഗിന്റെ ഒരു വാക്ക് ത്രൂ വീഡിയോ ആണ്. താങ്ക് യു വെരി മച്ച് ഓണറബിൾ മിനിസ്റ്റർ. തുടർന്ന് തുറമുഖ പദ്ധതി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ച ബഹുമാന്യനായ തിരുവനന്തപുരത്തിന്റെ MP ഡോക്ടർ ശശി തരൂർ അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം എല്ലാവരും. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം വിട്ടുപോയി. ബഹുമാനപ്പെട്ട തുറമുഖ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, എന്റെ സുഹൃത്തും സഹപ്രവർത്തകനായ കോവളത്ത് MLA ശ്രീ M. വിൻസെന്റ്, തുറമുഖ സെക്രട്ടറി സഞ്ജയ് കോൾ,
BISL ഡയറക്ടർ ശ്രീ ജയകുമാർ, അദാനി പോർട്സിന്റെ പ്രതിനിധിയായ ശ്രീ രാജേഷ് ഝാ, അനിൽ, വേദിയിൽ സഹകരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, ഓൺലൈൻ കണക്ഷൻ ഉള്ള എല്ലാ ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഒരു കെട്ടിടം മാത്രമല്ല, ഒരു സങ്കല്പമാണ്, ഒരു സ്വപ്നമാണ്. അനിൽ പറഞ്ഞ പോലെ ഞാനും നമ്മുടെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും കുറെ വർഷങ്ങൾ കണ്ട സ്വപ്നമാണ്. അതിന്റെ കഥ പറയാൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 1992 ശ്രീ MV രാഘവൻ തുറമുഖ മന്ത്രി ആയിരിക്കുന്ന സമയത്തിൽ കണ്ട സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു നമ്മൾ എല്ലാവർക്കും വലിയൊരു സമാധാനമാണെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തിന്റെയും തീരദേശത്തിന്റെയും ഒരു വലിയ ഒരു വികസന സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കി കാണണം. ഒരേ സമയത്ത് പലവരും പറഞ്ഞ ഓരോരോ വിഷയങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. അതിൽ പ്രത്യേകിച്ച് ഈ വികസനം ജനങ്ങൾക്ക് ഗുണം ചെയ്യണം, അവരെ ബാധിക്കാത്ത രീതിയിൽ അവരുടെ ബീച്ചുകള്, അവരുടെ ജീവിത രീതി, അവരുടെ ലൈഫ് സ്റ്റൈൽസ് ഇതെല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ടും കൂടി സംരക്ഷിച്ചിട്ടും കൂടി നമ്മുടെ നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു സംശയവുമില്ല. എനിക്ക് വലിയ വിശ്വാസമുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിന്റെ ഒരു വലിയൊരു സ്വർണ്ണരത്നം മാത്രമല്ല, ഇത് ശരിക്ക് ഇന്ത്യയിലത്തെ വെച്ചിട്ട് എല്ലാം വെച്ച് ഡീപ്പസ്റ്റ് സീ പോർട്ടും ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ട് ഇന്ത്യ മാത്രമല്ല ദക്ഷിണ ഭാരതവും ഇന്ത്യയും ഹോൾ വൈഡർ ഇന്ത്യൻ ഓഷ്യൻ റിം റീജൻ ഇല്ല പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി മാറി വരാൻ ഉള്ള പൊട്ടൻഷ്യൽ ഒരു സ്ഥലമാണ് നമ്മൾ നമ്മള് ഈ കോവിഡ് കാലത്തിലാണ് പ്രത്യേകിച്ച് ജനങ്ങൾ മനസ്സിലാവുന്നത്. ഇപ്പൊ പല ഫ്ലൈറ്റ്സും കാർഗോ പ്ലെയിൻസും ഒക്കെ നിർത്തിയ കാരണം നമ്മള് ശരിക്കും അറിഞ്ഞിട്ടുണ്ടതിലെ കോവിഡിന് മുമ്പ് തന്നെ 90% നമ്മളുടെ ലോകത്തിന്റെ ഗുഡ്സുകൾ കപ്പലിലാണ് വരുന്നുണ്ടായിരുന്നത്. പാസഞ്ചേഴ്സ് അത്ര പോകേണ്ടതില്ലേ, ജനങ്ങൾ പ്ലെയിനിലായിരിക്കും പോകേണ്ടത് ഒരു രാജ്യത്ത് വേറെ രാജ്യത്തേക്ക്. പക്ഷെ ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഷിപ്പിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വലിയ കണ്ടെയ്നർ വെസൽസ്, മദർഷിപ്സ് പറയും, അവര് ഈ അമ്മ കപ്പലുകൾ ഡീപ്പ് വാട്ടർ പോർട്ട്സിൽ പോയിട്ടാണ് അവരുടെ ഗുഡ്സിനെ സ്മോളർ ഫീഡർ വെസൽസിൽ എടുത്തിട്ട് ചെറിയ പോർട്ടുകൾക്ക് പോയത്. അതാണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യയിലത്തെ സോ കോൾഡ് മേജർ പോർട്ട്സ് പറഞ്ഞിട്ട് ആ മേജർ പോർട്ട്സ് 10-15 ഇതുവരെ. ഈ മേജർ പോർട്ട്സ് ഒക്കെ ഷാലോ പോർട്ട്സ് ആണ്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ കണ്ടെയ്നർ ട്രാഫിക് ഭൂരിപക്ഷണം കൊളംബോയില്, സിംഗപ്പൂരില്, മലേഷ്യയുടെ പോർട്ട് ക്ലാങ്ങും ടാൻജുങ് പെരാപാസിലും, ഒമാനിന്റെ സലാലയിലും, ദുബായിന്റെ ജബൽ അലിയിലും ഇങ്ങനെയുള്ള സ്ഥലത്തിലാണ് വലിയ കണ്ടെയ്നർ കപ്പലുകൾ പോകുന്നത്. നമ്മുടെ പോർട്സിനെ അവരെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കാരണം ഇന്ത്യയില് ഒരു ഓൾ വെതർ ഡീപ്പ് വാട്ടർ പോർട്ട് ആവശ്യമുണ്ടെന്ന് ഞാൻ വെറും ഒരു അനലിസ്റ്റ് ആയിട്ടും ഒരു രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പിനെ കേൾക്കുന്ന ഒരു കാര്യമാണ് കുറെ വർഷങ്ങളായിട്ട്. അപ്പോ നിങ്ങൾ വിചാരിച്ചോളൂ, നമ്മുടെ തൊട്ടടുത്തുള്ള കൊളംബോ ഇന്ത്യക്ക് ആവശ്യമുള്ള ഗുഡ്സ് ഇന്ത്യയിലത്തെ എല്ലാ തുറമുഖിനേക്കാളും കൂടുതൽ ഒരു വിദേശി പോർട്ടാണ് ട്രാൻസ്ഷിപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് നമ്മൾ എങ്ങനെ കാണും? പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്തിൽ ചൈനയോടൊപ്പമുള്ള ടെൻഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയത്തിൽ എങ്ങനെയാണ് ഒരു കൊളംബോ പോർട്ട്, അതിന്റെ എല്ലാം വെച്ച് പുതിയതും വലിയ ടെർമിനലും ചൈനയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഡിപ്പെൻഡന്റ് ആയി ഇരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി? അത് മാത്രമല്ല, നമ്മുടെ കാർഗോ വരുന്ന ഒരേ തുറമുഖിൽ ചൈനീസ് നേവിന്റെ സബ്മറീൻസ് ആണ് റീസപ്ലൈക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശരിക്കും നാഷണൽ ഇൻട്രസ്റ്റിന്റെ ഒരു പദ്ധതിയാണ്. ഇത് കേരളത്തിന്റെയോ തിരുവനന്തപുരത്തിന്റെയോ ഈഗോയിന്റെ ഒരു പ്രശ്നമല്ല വിഴിഞ്ഞ. ഇത് ഭാരതത്തിന് അത്യാവശ്യമുള്ളതാണ്. നമുക്കറിയണം, ടെക്നോളജി മാറി മാറി വരുന്നു. വലിയ കപ്പലുകൾ എല്ലാവിടെയും ഇറങ്ങുന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ 18,000 TEU ഉള്ള കപ്പലുകളാണ്. മെർക് ട്രിപ്പിൾ ഇ ക്ലാസ് ഉണ്ട്, പിന്നെ MSC ഓസ്കറിന്റെ 19,224 TEU. ഇങ്ങനെയുള്ള കപ്പലുകളൊക്കെ വരുമ്പോൾ അവരെ ട്രിപ്പിൾ ഇ ക്ലാസ് പറയുന്ന കാരണം ട്രിപ്പിൾ ഇ പറഞ്ഞ എക്കോണമീസ് ആണ് ഓഫ് സ്കെയിൽ.
ഈ സെക്കൻഡ് പറഞ്ഞ എനർജി എഫിഷ്യന്റ്, തേർഡ് പറഞ്ഞ എൻവയറൺമെന്റലി ഇംപ്രൂവ്ഡ്. അപ്പോ ഒരു 20 ഫുട്ട് കണ്ടെയ്നർ ആണ് ഒരു TEU. അതുപോലെ ഒരു 18,000, 19,000, 20,000 TEU കണ്ടെയ്നർ കൊണ്ട് നടന്നാല് ഓരോരു കണ്ടെയ്നറിന്റെ ചെലവും ചുരുങ്ങും. അങ്ങനെയാണ് ഈ വലിയ കപ്പലിന്റെ ആവശ്യം. പക്ഷേ വെറും ഒരു 10,000 TEU ഒരു കപ്പലിന് 14 മീറ്റർ ആവശ്യമുണ്ട്. കേരളം വലിയ അഭിമാനത്തോട് വള്ളാർപാടത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, നമ്മൾക്ക് എത്ര ഡ്രഡ്ജിങ് ചെയ്താലും നമുക്ക് 14 മീറ്റർ വള്ളാർപാടത്ത് കിട്ടില്ല. ഇപ്പൊ 10,000 TEU കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഈ കാലത്ത് 20,000 TEU കപ്പലുകൾ വരുമ്പോൾ വിഴിഞ്ഞം ഏക ഒരൊറ്റ സ്ഥലമാണ് ഭാരതത്തിൽ with a natural undredged draft of up to 24 meters. അതാണ് നമ്മുടെ ശക്തി. അത് നമ്മൾക്ക് ഒരിക്കലും മറക്കരുത്. നമ്മുടെ നാട്ടുകാരോട് പറയുന്നു, വികസനത്തിന്റെ പേരിൽ പല തർക്കങ്ങളും ഉണ്ടാവാം. ജനങ്ങളെ ബാധിച്ചു വേറെ വല്ല പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കണം, പരിഹരിക്കണം. അതിന് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്, നമ്മളെ എല്ലാ ജനപ്രതിനിധികൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ഭാരതത്തിന്റെ വലിയ ഇൻട്രസ്റ്റിലും ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതിയെ ഒരിക്കലും എതിരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നമ്മളുടെ 2 മന്ത്രിമാരുടെയും പ്രസംഗം കേട്ടിട്ടും കൂടി നിർബന്ധിക്കുന്നത്, ഈ വിഴിഞ്ഞത്തെ നമ്മൾ നന്നാക്കണം. ഇതിനെ ശരിക്കും ഒരു ഗ്രീൻഫീൽഡ് സൈറ്റ് പോലെ ഒരു ബിൽഡ് ഫ്രം സ്ക്രാച്ച് തുറമുഖാണിത്. ഇതിലെ ബെസ്റ്റ് ഇൻ ക്ലാസ് എക്വിപ്മെന്റ് കൊണ്ടുവരട്ടെ കമ്പനിമാര്. നമ്മൾക്ക് എല്ലാ വിധത്തിലും ഹൈലി മെക്കനൈസ്ഡ് ആണെങ്കിലും വേൾഡ് ക്ലാസ് എഫിഷ്യൻസിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സിംഗപ്പൂരും ഹോങ്കോങ്ങും റോട്ടർഡാമിന്റെ ലെവലിലാണ് വിഴിഞ്ഞത്തിനെ കാണേണ്ടത്. ബോംബെയോ എന്നോർ പോർട്ടോ പരദീപിനെ പോലെയല്ല കാണേണ്ടത്. നമ്മള് വേറൊരു സ്കെയിലിലേക്കാണ് എത്തേണ്ടത്. അതായിരിക്കണം നമ്മളുടെ ആംബിഷൻ, അതായിരിക്കണം നമ്മളുടെ കാണുന്ന സ്വപ്നത്തിന്റെ സിഗ്നിഫിക്കൻസ്. നമ്മൾക്കറിയണം ഭാരതത്തിൽ 200 തുറമുഖമുണ്ട്. പക്ഷെ നമ്മുടെ മേജർ പോർട്ടിനും കൂടി ആകെ 9 മുതൽ 11 മീറ്റർ വരെ ഉള്ളൂ എന്ന് പറഞ്ഞാല് വിഴിഞ്ഞം വിൽ ബി ഇൻ എ ക്ലാസ് ഓഫ് ഇറ്റ്സ് ഓൺ. അതാണ് എനിക്ക് പ്രത്യേകിച്ച് എന്ന് സൂചിപ്പിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ സെന്റർ കെട്ടി, അത് നല്ലൊരു കാര്യമാണ്. നമ്മൾക്കിപ്പോ ഈ കെട്ടിടത്തിന്റെ വാക്ക് ത്രൂ കാണാൻ സാധിച്ചു. ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഒരു കെട്ടിടമാണ്. അവിടെ നമ്മളുടെ ജീവനക്കാർ നന്നായി പ്രവർത്തിക്കട്ടെ. അവര് ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി എഫിഷ്യന്റ്ലി നടത്തട്ടെ. ഇതെല്ലാം ഞാൻ 100% പറയാനും തയ്യാറാണ്. പക്ഷേ നമ്മൾക്ക് അതിനെക്കാട്ട് വലിയ ചിന്തകളാണ് ഈ പോർട്ട് ഓപ്പറേഷൻസ് കാണുന്നത്. വേറെ ട്രാൻസ്പോർട്ടേഷൻ ലിങ്കേജ് നമുക്ക് വിഴിഞ്ഞത്തിന് തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിനും നമ്മൾക്ക് ഇങ്ങനെയുള്ള തുറമുഖിന് ശരിക്കും നടത്തണമെങ്കിൽ ഭാരതത്തിന്റെ കാബോട്ടാജ് ലോസ് മാറ്റണം. അതിൽ ശ്രീ അദാനിയുടെ സ്വാധീനം ഡൽഹിയിലും നിങ്ങളുടെ MP പ്രവർത്തനം ഒക്കെ ഉണ്ടാവും ഈ കാബോട്ടാജ് ലോസിന് മാറ്റിയെടുക്കാൻ. അതുപോലെ തന്നെ വിദേശി കപ്പലുകളാണ് ഇപ്പൊ ഭൂരിപക്ഷം ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യണത്. ഇന്ത്യൻ കപ്പലുകൾക്ക് ഒരു ഫേവർ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. ഭാരതത്തിന്റെ മൊത്തം കണ്ടെയ്നർ ട്രാഫിക്കിന്റെ ഗ്രോത്തും അതിന്റെ വികസനവും വിഴിഞ്ഞം വഴിക്ക് നമുക്ക് കൂടുതൽ കാണേണ്ടി വരും. അതിൻ്റെ ഒപ്പം തൊഴിൽ വരും, അതിൻ്റെ ഒപ്പം ലാഭം വരും, അതിൻ്റെ ഒപ്പം ചുറ്റും വികസനം വരും. അതെനിക്കൊരു സംശയവുമില്ല. നമ്മൾ ഇന്നലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടിനും പരിഹരിക്കുന്ന പറഞ്ഞാലും നമ്മൾ റിയലിസ്റ്റിക് അല്ല. എന്തുകൊണ്ടാണ് ഈ തുറമുഖനെ യാഥാർത്ഥ്യമാക്കേണ്ട നേരമെടുത്തത്? നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ ഫൈനാൻസ് മന്ത്രിയും പറയില്ലേ, ആക്ട് ഓഫ് ഗോഡ് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൈക്ലോൺ ഓഖി വന്നു, 2 വലിയ പ്രളയമുണ്ടായി, ഇപ്പോൾ കോവിഡ് മഹാമാരി വന്നു. എന്നാലും ഇതിന് പലവരും ഉത്തരവാദിത്വമുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരും പോളിസി തീരുമാനിക്കുന്നവരും ഓരോ ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കുന്ന രാഷ്ട്രീയക്കാരും ജീവനക്കാർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ഇതിലെത്തിയത്. എന്തായാലും അതിനുവേണ്ടി നെസസറി ആക്ഷൻ എടുത്തിട്ട് ഈ തുറമുഖിനെ ഒന്ന് വേഗം പൂർത്തിയാക്കാൻ നമ്മൾ എല്ലാവരും നിർബന്ധിക്കുന്നു. അതിൽ ഞാനും എന്റെ ശബ്ദം ചേർത്തട്ടെ. അവസാനത്തിൽ ഒരൊറ്റ വാചകം പറയാനുള്ളത്, നമ്മളുടെ കേരളത്തിന്റെ ഇൻട്രസ്റ്റിലും നമ്മുടെ ഭാരതത്തിന്റെ ഇൻട്രസ്റ്റിലും നമ്മൾ ഈ വിഷയത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം നന്നാക്കാൻ രാഷ്ട്രീയ വിവാദങ്ങളെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് കേരളത്തിന്റെ ഒരു രത്നമാക്കി ഒരു അഭിമാനമാക്കി നമ്മുടെ വിഴിഞ്ഞം തുറമുഖനെ മാറ്റട്ടെ. അതിന്റെ ഒരു അത്യാവശ്യമായ ഒരു സ്റ്റെപ്പാണ്, ഒരു സ്റ്റേജാണ് ഈ ഇന്നത്തെ സെറമണി. ഇത് മാത്രം പോരാ, ഇനിയും പല വഴി പോയിട്ട് ദൂരം വരെ എത്താനുണ്ട്. അതിനെല്ലാത്തിനും
എൻ്റെ പിന്തുണയും എൻ്റെ ആശംസകളോടെ ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട ശശി തരൂർ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനവും കരുത്തും ശക്തിയും ഒക്കെ ചില വിഷയങ്ങൾ പ്രയോജനപ്പെടുത്താനുണ്ട്. അത് നിങ്ങളായിട്ട് ബന്ധപ്പെടും, അത് നിങ്ങൾ നൽകുന്നറിയാം. എങ്കിൽ പോലും ഞാൻ ഈ പൊതുവേദിയിൽ വെച്ച് തന്നെ അഭ്യർത്ഥിക്കുകയാണ്, താങ്കൾ ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് തീർച്ചയായും താങ്കളുടെ കാഴ്ചപ്പാടുകളും സ്വാധീനവും പിന്നെ എല്ലാ പിന്തുണയും ഡൽഹിയിൽ കൂടി ഉണ്ടാകേണ്ട ചില ആവശ്യകതകളുണ്ട്. അത് യഥാസമയത്ത് അങ്ങേ ഞങ്ങൾ അറിയിക്കും. അപ്പോൾ അത് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഔപചാരികമായി അത് ഉണ്ടാകണമെന്ന് കൂടി ഈ അഭ്യർത്ഥിക്കാൻ സന്ദർഭത്തിൽ ആഗ്രഹിക്കും. ഉറപ്പമായിട്ട് ചെയ്യാൻ തയ്യാറാണ് ബഹുമാനപ്പെട്ട മന്ത്രി. താങ്കൾ ആവശ്യപ്പെട്ടാൽ മതി, ഞാൻ എന്ത് ഭാഗം ചെയ്യാം. നന്ദി, വളരെ താങ്ക് യു. താങ്ക് യു ഡോക്ടർ ശശി തരൂർ സർ. തുടർന്ന് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട കോവളം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ മന്ത്രി ഉദ്ഘാടകൻ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുകളെ, ഏറെ പ്രശസ്തനും കഴിഞ്ഞ കോവിഡ് കാലത്തെല്ലാം നമ്മുടെ നാടിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ ശശി തരൂർ MP, ഏറെ ബഹുമാനായ സെക്രട്ടറി ശ്രീ സഞ്ജയ് കൗൾ IAS, വിസിലിന്റെ MD ശ്രീ ജയകുമാർ, അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CEO ശ്രീ രാജേഷ് കുമാർ ഝാ, ശ്രീ അനിൽ ബാലകൃഷ്ണൻ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ ഒരു സുപ്രധാനമായ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 2300 സ്ക്വയർ മീറ്ററിൽ പണിതുയർത്തിയിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെക്രട്ടറി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തീർച്ചയായും ഇത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇന്ന് നാട്ടുകാരായ എല്ലാവരും ചോദിക്കുന്നത് എന്നാണ് നമ്മുടെ തുറമുഖം പൂർത്തീകരിക്കുക. കാരണം ഒരുപാട് ഹാർഡ്ഷിപ്സ് ഈ തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹിച്ചിട്ടുള്ള നാട്ടുകാർക്ക് അങ്ങനെ ഒരു ആശങ്ക എന്നാണ് പൂർത്തീകരിക്കുക എന്ന ഒരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പരാമർശം ഉണ്ടാകും. ഇത്ര കാലയളവിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ തുറമുഖം പൂർത്തീകരിച്ചാൽ മാത്രമേ തദ്ദേശവാസികളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കടലാക്രമണം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ സഹിക്കുന്ന വീടുകളും തൊഴിലും നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു ജീവിതം ലഭ്യമാകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ കാത്തിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അതിന്റെ പ്രവർത്തനങ്ങൾ കുറെ മുന്നോട്ട് പോകുന്നു. ഏത് ഘട്ടം വരെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് എന്നുള്ള ഒരു പരാമർശം കൂടി ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നു. എന്തു തന്നെയായിരുന്നാലും ഈ ഉദ്ഘാടനം വളരെ നീണ്ടുപോകാതെ തന്നെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചവർ ഇനിയും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ആ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനുള്ള സജീവമായ ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന എല്ലാവർക്കും എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു അഡ്വക്കേറ്റ് വിൻസെന്റ് MLA അവർ. തുടർന്ന് നമ്മുടെ ആരാധ്യനായ മേയർ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. Now I request MD and CEO of Adani Vizhinjam Port Private Limited, Sri Rajesh Jha, to extend vote of thanks. Good afternoon, all of you. It is my pleasure to propose vote of thanks for the inaugural function today. First of all, let me thank our Honorable Chief Minister, Mr. Pinarayi Vijayan, for his consistent support to this dream project of Kerala. I remember that right on the first day of last year, January 2019, he proposed a review meeting, and I was really very impressed with the kind of commitment and consistent support that he has been giving to make this project a success. I would also like to thank Honorable Minister of Tourism, Sri Surendran, for the presidential address today. He is the responsible minister for Trivandrum district, and this is the right gift he has given to the people of Trivandrum.
I would like to thank Honorable Minister for Ports, Sri Ramchandran, for his consistent support. I remember that he personally went along with us to the Minister of Mines and Industries, Honorable Minister E.P. Jayarajan, to ask for his support to solve the problem of stone availability and get few mines allocated. So with his efforts, today we are able to see this study. I would like to thank Honorable MP Dr. Sasi Tharoor for his continuous encouragement. All the CSR programs that we do and the kind of encouragement that we get, whether it is a coaching and mentoring program for the students or it is sports or education, he has been a big support. And I would also like to request for him for a new work. When a long pending cherished dream is realized, and that is what Vizhinjam Port has been able to symbolize. So if we can find a word for realization of a long cherished dream, so we would like to see if we can find a word for that. And I would request him for that. He is known for words. I would like to thank Honorable MLA Vincent for his support in resolving many contentious issues and his continuous guidance to ensure that the project progress is going in the right direction. I would also like to thank Honorable Mayor Sri Kumar for his guidance and support. We have been interacting with him so far as the community development and saving lives at Vizhinjam is concerned. So he has a big support. I would like to thank Secretary Ports Sanjay Kaul, who has been a very active collaborator to make this Vizhinjam Port a reality, but given support in resolving many issues that we are facing day to day, we would not be able to achieve this day. I would like to thank MD and CEO of WISL, Dr. Jay Kumar, and entire VISL team for their support in executing Vizhinjam project together with Adani. And last but not the least, I would like to thank all of you who are witnessing the inaugural event for your continuous encouragement and motivation to the Adani Vizhinjam team, our contracting partners, Hove, Sapurji Palanji, Bridge and Roof, Dredging team, and all the people of Trivandrum who has been a continuous support to this project. Thank you very much. Thank you, Jasar. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, MP, MLA, സെക്രട്ടറി, മറ്റു വിശിഷ്ടാതിഥികൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ഔപചാരിക ചടങ്ങ് അവസാനിക്കുകയാണെന്ന് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അല്ലേ അനിൽ, സത്യമായി ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് നാളെ എന്റെ ജീവനിൽ 11 റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ പോകാന്നുള്ള കണക്കാണ്. അതിലെ വലിയ ഒരു വലിയ മോശമില്ലാതെ അതിലല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ കേൾക്കാറുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സർ, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.